മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന പുതിയ ബില്ലിന്മേലുള്ള പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ച ലോക്സഭാ നടപടികൾ പുനരാരംഭിച്ചു. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ് ബിൽ അവതരിപ്പിച്ചത്. കേന്ദ്ര സർക്കാർ നടപടി ഭരണഘടനാ വിരുദ്ധമെന്നും സംസ്ഥാന സർക്കാരുകൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നുവെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ആ പദ്ധതി പൂർണ്ണമായും ഏതാണ്ട് ഇല്ലാതാക്കുന്ന ഒരു നിലയിലേക്കാണ് പുതിയ നിയമം വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പ്രതിഷേധമടക്കം. ഷമി, തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായിട്ടുള്ള പുതിയ ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. VBG റാംജി എന്ന് പറയുന്ന ബില്ല് വലിയ തരത്തിലുള്ള ഘടനാ മാറ്റം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്ര വിഹിതം, ഈ തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള കേന്ദ്ര വിഹിതം 60% മാത്രമായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് നമുക്ക് എടുത്തു പറയേണ്ടത്. അത്തരത്തിൽ 60% കേന്ദ്ര സർക്കാർ വഹിക്കും. ഇപ്പോൾ 40% വിഹിതം സംസ്ഥാന സർക്കാർ വഹിക്കണമെന്നതാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് മുകളിൽ വലിയ തലത്തിലുള്ള ഒരു സാമ്പത്തിക ഭാരം ഇപ്പോൾ ഈ ഒരു ബില്ല് നിയമമാകുന്നത് വഴി ഉണ്ടാകും എന്നത് എല്ലാ പ്രതിപക്ഷ അംഗങ്ങളും ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ വിഷയം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിന് മാത്രം ഏകദേശം 2500ഓളം കോടിയാണ് കണ്ടെത്തേണ്ടി വരിക. അത്തരത്തിൽ സംസ്ഥാനങ്ങൾക്ക് മുകളിൽ വലിയൊരു സാമ്പത്തിക ഭാരമടക്കം നൽകുന്ന ഒരു പുതിയ ഘടനയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഇതിനെതിരെയൊക്കെ തന്നെ വലിയ തലത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത്. ഇന്ന് ഇരു സഭകളിലും, രാജ്യസഭയിലും ലോക്സഭയിലും വിവിധ പ്രതിപക്ഷ അംഗങ്ങളൊക്കെ തന്നെ അടിയന്തര പ്രമേയ നോട്ടീസൊക്കെ നൽകിയിരുന്നു. അതോടൊപ്പം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇടത് MP-മാരൊക്കെ ഇന്ന് രാവിലെ പാർലമെൻറ്റ് സഭാ നടപടികൾ ആരംഭിക്കുന്നതിന് മുന്നേ പാർലമെൻറ്റിന് പുറത്ത് വലിയ തരത്തിലൊരു പ്രതിഷേധം കൂടി സംഘടിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞ് എന്തായാലും ഇന്ന് ലോക്സഭയിലാണ് ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ലോക്സഭയിൽ ബില്ല് സഭ മേശപ്പുറത്ത് വയ്ക്കുകയും ചെയ്തു. ഇതിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ലോക്സഭയ്ക്കകത്ത് നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ലോക്സഭയിൽ ബില്ല് അവതരിപ്പിക്കാൻ അനുമതി നൽകരുത് എന്നൊരാവശ്യമാണ് പ്രതിപക്ഷ കക്ഷികളൊക്കെ തന്നെ, അംഗങ്ങളൊക്കെ തന്നെ ഉയർത്തിക്കാട്ടിയത്. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ ഈ പ്രതിപക്ഷ നേതാക്കളൊക്കെ തന്നെ, പ്രതിപക്ഷ ഭാഗത്ത് അംഗങ്ങളൊക്കെ തന്നെ ശക്തമായി ബില്ലിനെ എതിർത്തുകൊണ്ട് തന്നെ സംസാരിച്ചു. പ്രത്യേകിച്ച് ഈ ബില്ല് ഭരണഘടനാ വിരുദ്ധമാണ്, അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധിയെ അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്നതടക്കമുള്ള വിമർശനങ്ങളും നമ്മൾ തുടക്കത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ സംസ്ഥാനങ്ങളുടെ മുകളിൽ അധിക ഒരു സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുന്ന ബില്ല് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷ അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തായാലും ഉയർന്നു വരികയും ചെയ്തു. അതോടൊപ്പം തന്നെ ബില്ല് വിശദമായിട്ടുള്ള ചർച്ചകൾക്ക് വിധേയമാക്കണം, അതോടൊപ്പം തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണം എന്ന ആവശ്യവും എന്തായാലും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. അതേസമയം ഇതിന് വലിയ തരത്തിലുള്ള ഒരു ഭരണപക്ഷ പ്രതിപക്ഷ വാക്ക് തർക്കത്തിലേക്കടക്കം ലോക്സഭയിൽ കാര്യങ്ങൾ കടന്നിരുന്നു. പ്രത്യേകിച്ച് ബില്ല് സഭ മേശപ്പുറത്തു വെച്ച കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഒരു മറുപടി നൽകിയത് UPA സർക്കാരിൻ്റെ കാലത്തേക്കാൾ കൂടുതൽ പണം ഇപ്പോൾ മോദി സർക്കാരാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഗാന്ധി ഉൾപ്പെടെ മുന്നോട്ട് വെച്ച, മഹാത്മാഗാന്ധി ഉൾപ്പെടെ മുന്നോട്ട് വെച്ച റാം എന്ന് പറയുന്ന ആ ഒരു ആശയത്തെയാണ് ഞങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത്. രാമരാജ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരമൊരു ബില്ല് കൊണ്ടുവരുന്നത് എന്നതടക്കമുള്ള ഒരു മറുപടി എന്തായാലും ശിവരാജ് സിംഗ് ചൗഹാൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. ഇതിലൊക്കെ തന്നെ വലിയ തലത്തിലുള്ള പ്രതിഷേധം സഭയ്ക്കകത്ത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് അരങ്ങേറി. ആ ഒരു സമയത്ത് ഭരണപക്ഷ അംഗങ്ങൾ ജയ് ശ്രീരാം വിളികളും ലോക്സഭയ്ക്കകത്ത് മുഴക്കുന്ന ഒരു സാഹചര്യം ഇന്നെന്തായാലും നമുക്ക് കാണേണ്ടി വന്നു. ഇതിനൊക്കെ ശേഷം ഈ ഒരു പ്രതിഷേധം നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ബില്ല് അവതരിപ്പിക്കാനുള്ള അനുമതി ഇന്ന് ലോക്സഭ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അത്തരത്തിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഒരു മണിക്ക് സഭ നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. അതിന് പിന്നാലെ പ്രതിപക്ഷ അംഗങ്ങളൊക്കെ തന്നെ മഹാത്മാഗാന്ധിയുടെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർലമെൻറ്റിൻ്റെ മുന്നിൽ വലിയ തലത്തിലൊരു പ്രതിഷേധം കൂടി ഇന്ന് നടത്തിയിട്ടുണ്ട്. ഷമി, വിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്.